ഇതിന് വേണ്ടി ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എരിവിന് വേണ്ടി 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കാതെ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു പാത്രം വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ നിങ്ങളുടെ കയ്യിൽ ജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ഈ സമയം ഇട്ട് മൂപ്പിക്കുക. എൻ്റെ കയ്യിൽ ജീരകമില്ല, അതുകൊണ്ട് ഞാൻ ജീരകത്തിൻ്റെ പൊടി അരപ്പിലാണ് ചേർക്കുന്നത്. ജീരകം ഈ സമയം മൂപ്പിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും അതേ അളവിൽ തേങ്ങയും, ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം 1/2 കപ്പ് തൈര് അതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ അടിച്ച് കൊണ്ടുവന്ന് വേറൊരു ബൗളിലോട്ട് ഒഴിക്കാം. ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത ശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും ഇട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് താളിച്ച ശേഷം തീ ഓഫ് ചെയ്യുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ മിക്സിലോട്ട് ഒഴിക്കാം. ഇപ്പം നമ്മളുടെ ടേസ്റ്റിയായ മാമ്പഴത്തമ്പിൾ റെഡിയായി.